ബീലബാൻ പോവാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബീലബാൻ പോവാം. ഇത്രയും നാളായിട്ട് ഞാൻ ബീലബാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. ഓവർ സ്വീറ്റ് ആയിരിക്കും, അത്രയും ഷുഗർ കഴിക്കേണ്ട, അത്രയും ഷുഗർ കഴിച്ച് എനിക്ക് വിഷമം വരുമല്ലോ എന്നൊക്കെ കരുതി ഇതുവരെ ഞാൻ ബീലബാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും നമ്മൾ ബീലബാൻ കഴിച്ചിരിക്കും. കാരണം എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൂലിലുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓഫേഴ്സൊന്നും ഇല്ല. എങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റമാണ്. നോർമലി ഇവിടെ പിസ്താഷ്യോ, കുനാഫ അങ്ങനത്തെ ഐറ്റമാണ് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് വാങ്ങിക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ സാധനമൊക്കെ കിട്ടി. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കോണിശ്ശേരിയിലോട്ടാണ് പോകുന്നത്. ന്യൂ ഇയർ വരുന്നത് പ്രമാണിച്ച് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഷുഗർ കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ന്യൂ ഇയർ തൊട്ട് നമുക്ക് നന്നാവാനുള്ളതാണ്. എല്ലാവരും ആ തീരുമാനം എടുത്താണോ അല്ലേ? ന്യൂ ഇയർ ഇട്ട് വർക്കൗട്ട് ചെയ്യണം, ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാനിലാണ് ഞാൻ ഈ ഷുഗറൊക്കെ കഴിക്കുന്നത്. ഈ അത്യാവശ്യം നല്ല പാക്കേജിങ് ആയിരുന്നു കേട്ടോ. നമുക്കിനി പെട്ടി പൊട്ടിച്ച് നോക്കാം. അപ്പം ഇതാണ് ഐറ്റം. ചോക്ലേറ്റിൻ്റെ ഒരു എന്തോ ഒരു കേക്കാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. പേരറിയാമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം. കേക്കുണ്ട്, ക്രീമുണ്ട്, പിന്നെ ചോക്ലേറ്റ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കല്ലെങ്കിലും ചോക്ലേറ്റിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര ഷുഗർ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇത് കഴിക്കുന്നത്. പക്ഷേ അല്ല, എൻ്റെ മുഖത്തിപ്പോൾ ഒരു ചിരി വരും. ആ ചിരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇതിനത്ര ഷുഗർ ഇല്ല. ഞാൻ വിചാരിച്ചത്ര ഷുഗർ ഇല്ല. വലിയ മധുരവും കാര്യങ്ങളൊന്നും ഇല്ല. ആർക്ക് വേണേലും കഴിക്കാം കേട്ടോ. അതുകൊണ്ട് എത്ര വേണേലും കഴിക്കാം. മത്തടിപ്പിക്കത്തില്ല. അത്രയ്ക്കുള്ളൊരു മധുരമൊന്നും ഇതിനില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കഴിച്ചു. എന്നിട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട്. കോർണിഷിൻ്റെ സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പുറത്തുണ്ട്. ഇപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് വൈബ് ചെയ്തിരിക്കുക. ദാ വരുന്ന എൻ്റെ ചേട്ടൻ. ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വഴിയേ വരില്ലായിരുന്നു. പിന്നെ ഞാൻ പിടിച്ചവിടെ ഇരുത്തി. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ കുറേ നേരം അവിടെ കാറ്റ് കൊണ്ട് വായി നോക്കിയൊക്കെ ഇരുന്നു. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ടൈം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ തീർത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ.